ഇവിടെ അൽമ തനിച്ചുറങ്ങുകയാണ്. മറ്റാരും ശല്യപ്പെടുത്താനില്ലാത്ത ഒരു ലോകത്ത് മോഹങ്ങളെ ബാക്കി വച്ച്. പാറശാലയ്ക്കടുത്തുള്ള വ്ളാത്തങ്കര എന്ന നാട് അൽമയുടെ വിരഹത്തിൻ്റെ വേദന പേറുന്നു. അൽമയെ വിഷ്ണുനാഥ് മൃഗീയമായി കൊന്നതിനെ പല കഥകളിലൂടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വായിച്ചറിഞ്ഞു. അവർ കണ്ടുമുട്ടിയത് മുതൽ ഇപ്പോൾ ഈ ദാരുണമായ സംഭവം നടന്നതുവരെയും നമ്മളോട് ആ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത് അൽമയുടെ അച്ഛൻ, അതുപോലെ അൽമയുടെ പ്രിയപ്പെട്ട സഹോദരി അൽമൗഷി എന്നിവരാണ്. കഥകൾ മെനയാൻ എല്ലാവർക്കും എളുപ്പമാണ്. അത്തരം കഥകൾ സോഷ്യൽ മീഡിയയിലൂടെ കാണേണ്ടി വരുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന വേദന വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ നമ്മളോട് മനസ്സ് തുറക്കുന്നത്. അൽമ പോയ വഴികളിലൂടെ, ആ മനസ്സിലൂടെ. എല്ലാവർക്കും അറിയാം, അൽമയുടെ അമ്മ ഒരു സീരിയൽ നടിയാണ്. അവർക്ക് ഒരേ ഒരു മകളായിരുന്നു അൽമ എന്ന ഒരേ ഒരു കുട്ടി. പിന്നെ എങ്ങനെയാണ് ഒരു സഹോദരിയെക്കുറിച്ച് പറഞ്ഞതെന്ന്? ഇംഗ്ലീഷിൽ ഹാഫ് സിസ്റ്റർ എന്ന് പറയും, പക്ഷേ മലയാളത്തിൽ ഒരു വേറിട്ട പദം അതിനായിട്ടില്ല. ഒരച്ഛൻ്റെ മക്കളാണവർ, കൂടപ്പിറപ്പുകൾ. എന്താണ് ആ അൽമയ്ക്ക് സംഭവിച്ചത്? എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? ഏതെങ്കിലും രീതിയിലുള്ള കോണ്ടാക്ട് അൽമ നമ്മളോട് വച്ച് പുലർത്തിയിരുന്നോ? ഇല്ല, ചേച്ചി കല്യാണം കഴിഞ്ഞതിന് ശേഷം തന്നെ അങ്ങനെ വല്ലപ്പോഴും തന്നെ ചേട്ടൻ്റെ കൂടെ വരുന്നത്. അപ്പം വരുമ്പോഴൊക്കെ നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാറുണ്ട്. ആഹാരം വെച്ച് കൊടുക്കുന്നതിനായാലും എല്ലാ തരത്തിലും നല്ലപോലെ ട്രീറ്റ് ചെയ്യണം. വരുമ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയാണ്. അപ്പം ഞങ്ങൾ അവിടെ പോകുമ്പോഴത്തേക്കും അവരും നല്ല ഹാപ്പി. ഞങ്ങളുടെ കണ്ണിൽ അവർ നല്ല ഹാപ്പിയാണ്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹമാണ്. സങ്കടം കൊണ്ട് വിതുമ്പി ശബ്ദമിടറിയ ഭാഗങ്ങൾ ഒഴിവാക്കുകയാണ്. വേറെ പ്രശ്നമൊന്നും ഉള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇത്രയും ക്രൂരത നമ്മുടെ ചേച്ചിയോട് അദ്ദേഹം ചെയ്യാൻ എന്തായിരിക്കും അയാൾ അങ്ങനെ പെരുമാറാനുള്ള കാരണം? എന്തെങ്കിലും മാനസിക പ്രശ്നമുള്ള ആളാണോ? എൻ്റെ അറിവിൽ അങ്ങനെ ഒന്നും ഇല്ല. അൽമ എപ്പോഴും, നമ്മളിപ്പോൾ ആ ജനറേഷൻ പെട്ടാണ്. ആ ജനറേഷനിലുള്ള എല്ലാ ആൾക്കാരും മൊബൈലിലും പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുമാണ്. അവർ കുടുംബം നോക്കുന്നില്ല. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ ആൾക്കാരിങ്ങനെ പറയുന്നതിൽ? എനിക്കത് അറിയത്തില്ല. ഞാൻ ചില ടൈംസൊക്കെ അവിടെ, ഇപ്പോൾ അല്ല, ഏകദേശം ഒരു 1-2 വർഷത്തിന് മുന്നേ ഞാൻ അവിടെ പല ടൈംസ് പോയി നിന്നിട്ടുണ്ട്. ഇപ്പോൾ ചേച്ചി അന്ന് വീണ് കാലിൽ പ്ലാസ്റ്ററൊക്കെ ഇട്ട ടൈമിൽ ചേച്ചി നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ചെന്ന് നിന്നിട്ടുണ്ട്. ഇപ്പോൾ ചേച്ചി അന്ന് വീണ് കാലിൽ പ്ലാസ്റ്ററൊക്കെ ഇട്ട ടൈമിൽ ചേച്ചി നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ചെന്ന് നിന്നിട്ടുണ്ട്. ഈ സംഭവം നടന്നതിന് ശേഷം നമ്മൾ കാര്യങ്ങളെ കൂട്ടി വായിച്ചെടുക്കുന്നത് പോലെ അന്ന് ഈ പാവം കുട്ടിക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അന്ന് അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, അൽമയുടെ കാലിൽ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. നടന്നപ്പോൾ വീണു പറ്റിയത് എന്നാണ് അന്ന് അൽമ കുടുംബത്തോടൊക്കെ പറഞ്ഞത്. അതിൻ്റെ സത്യം എന്തെന്നറിയില്ല. അപ്പോൾ സാധാരണ നമ്മൾ ഈ പുറമെ കാണുന്ന പോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടാകുന്ന സൗന്ദര്യ പിണക്കം പോലെ അവരുടെ ലൈഫ് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവുമല്ലോ. അതേപോലെ അവരുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഉടനെ തന്നെ സോൾവ് ആവുകയും ചെയ്യും. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ റീസെൻ്റ് ഈ സംഭവം നടന്നതിനനുസരിച്ച് അതേപോലെ ഒരു സംഭവം ഇതേവരെ എൻ്റെ കണ്ണിലൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ നാറ്റങ്കര നാഷണൽ ഈ കോളേജിൽ പഠിക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ ഡിഗ്രി കഴിഞ്ഞ് അവിടെ വീണ്ടും ഈ PG പൊയ്ക്കൊണ്ടിരുന്നപ്പോഴേ അവിടെ ക്ലാസ് പഠിപ്പിക്കാൻ വന്നായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് കണ്ടിട്ട് അവൻ്റെ അച്ഛനും കൂടെ വന്നാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ വിവാഹം കഴിച്ച് അയക്കുമോ ചോദിച്ചാൽ. അന്ന് ഈ ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ടാണെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ സമ്മതിക്കുകയും ചെയ്തു. കഴിഞ്ഞിട്ട് ഈ ഉടനെ തന്നെ രജിസ്റ്റർ മാരേജാണ്. കാരണം അവർ നാടാർ ഹിന്ദു, നമ്മൾ നാടാർ ക്രിസ്ത്യൻ, ആ രീതിക്കുള്ള വ്യത്യാസത്തിനുണ്ട്. ഈ പ്രത്യേകിച്ച് മാരേജ് എടുക്കാതെ രജിസ്റ്റർ മാരേജ് നടത്തി. അപ്പോൾ അതിന് മുമ്പേ അവർ ഡിമാൻഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PG പൂർത്തീകരിക്കണം, അതിൻ്റെ സഹായം ചെയ്ത് കൊടുക്കണം, പിന്നെ PSC ടെസ്റ്റ് എഴുതാനുള്ള ആ സഹായം എല്ലാം സമ്മതിച്ച് പോയിട്ട് പിന്നെ അവർ അയച്ചില്ല. പിന്നെ അവർക്കൊരു സ്കൂളുണ്ട്, ആ സ്കൂളിൽ അധ്യാപികമായിട്ട് നിയമിക്കാമെന്ന് പറഞ്ഞ് അത് നടന്നില്ല. പിന്നെ മൊത്തമായിട്ട് അവർ ഇതാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അവനൊരു വൈകല്യം ഉണ്ടായിരുന്നു, ഈ പിള്ളേരുണ്ടാവില്ല എന്നുള്ളത്. പക്ഷെ അത് മറച്ചു വെച്ചിട്ടാണ് കല്യാണം കഴിഞ്ഞത്. കാരണം ഈ 5-7 വർഷത്തേക്ക് മുമ്പ് പോലെ വലിയൊരു മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അവൻ അത് മറച്ചു വെച്ചിട്ട് കല്യാണം കഴിഞ്ഞ് ഈ പിള്ളേരുണ്ടാവില്ല എന്ന് പിന്നെയാണ് അറിഞ്ഞിട്ട് മോള് പറഞ്ഞ് ഇത് ഇന്ന് എങ്ങനെയുടെ കുഞ്ഞിൻ്റെ ദത്തെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അഡോപ്ഷൻ ആദ്യം അംഗീകരിച്ചിട്ട് അവൻ്റെ കുടുംബക്കാരെല്ലാം ഈ സമ്പത്ത് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ അഡോപ്ഷൻ അനുവദിച്ചില്ല.
പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മിക്കവർക്ക് ഈ പണക്കമായിട്ടല്ല അങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത കാലത്ത് നടന്ന എന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ പോയ അവിടെ അയച്ച സമയത്ത് എന്നെ കൊണ്ടാകുന്ന ഇടത്തുള്ള സ്വർണ്ണങ്ങളും സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കുകയെല്ലാം ചെയ്തു. അതോടൊപ്പം അവൻ്റെ അവിടെ അമ്മ വന്നിട്ട് ഒരു 18 പവൻ്റെ ആവരണം വാങ്ങിക്കൊടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ മോള് പറഞ്ഞ ഒരു കാറ് വേണം ആവശ്യപ്പെട്ടു. അപ്പോൾ അന്നത്തെ എൻ്റെ സാമ്പത്തിക സ്ഥിതി ഒറ്റയ്ക്ക് ഒരു കാര്യം വാങ്ങിക്കൊടുക്കാനുള്ള ഇതില്ല. എന്നാൽ 2,60,000 ആദ്യം ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കാറിന് ബുക്ക് ചെയ്തിട്ട് ഇവൾ അമ്മയുടെ അടുത്ത് ചോദിച്ചു പകുതി പൈസ അടയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു, ഈ ഇൻസ്റ്റാൾമെൻറ്റ്. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പകുതി അടച്ചുകൊണ്ട് വന്നു. പിന്നെ അവസാനം വന്നിട്ട് ഒരു 8-9 അവധി വന്നപ്പോഴത്തേക്കാണ് എന്നെ കൂടെ അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. അവർക്കും ബുദ്ധിമുട്ടായി. അപ്പോൾ ആ മൊത്തം കാശ് പിന്നെ അവസാനം എന്നറിയാം കുറച്ച് കാശേ ഉള്ളൂ. അതങ്ങ് അടച്ച് തീർത്തിട്ട് ഈ കാശിന് വേണ്ടി എന്നെ ഒരുമാതിരി ഹറാസ് ചെയ്തുകൊണ്ട് അതായത് വൃത്തിയിട്ട വാക്കുകളൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഫിനാൻഷ്യലി ഞാൻ ഫോൺ ചെയ്തതാണ്. അവൻ വിളിച്ചാൽ എടുക്കുകയില്ല. കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു, കാരണം അങ്ങനെ അധികം വിളിക്കാറില്ല. പിന്നെ ചേച്ചി ഒന്നും ഞങ്ങളോടൊന്നും ഓപ്പണായിട്ട് പറയത്തുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് അറിയത്തില്ല. ഓവർ പൊസസീവ്നെസ് ആണോ ഇവർ തമ്മിലുള്ള ഇപ്പോൾ ഉള്ളൊരു പ്രശ്നത്തിന് കാരണം? അറിയത്തില്ല. പിന്നെ ഈ വക ഒരു വീട്ടിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളിലേക്ക് പോകത്തക്കവണ്ണം എന്തെങ്കിലും ഉള്ളതായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം കുറച്ച് പപ്പ പറഞ്ഞ പോലെ കുറച്ച് പൈസ കൊടുക്കാറുണ്ട്. അതിൻ്റെ ഇതിൽ 1-2 ടൈംസൊക്കെ പപ്പയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 1-2 സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ അതും ഞാൻ കേട്ടറിഞ്ഞതാ പപ്പയുടെ. ഇവർ എത്ര നാൾ പ്രണയിച്ചിട്ടാണ് വിവാഹിതരായ അറിയോ? അറിയത്തില്ല. എൻ്റെ ഒരു വർഷം എന്നാണ് തോന്നുന്നു, അറിയത്തില്ല. ഞാൻ നിങ്ങളോടുകൂടി ചോദിക്കുക, ഇതുപോലുള്ള സ്വയം തിരഞ്ഞെടുക്കലുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോഴെങ്കിലും അപക്വമാണെന്ന് തോന്നണുണ്ടോ? പെട്ടെന്നൊരാളിനെ കാണുന്നു, ഫസ്റ്റ് ഇംപ്രഷനിൽ നമുക്ക് ഇദ്ദേഹം തന്നെ വരട്ടെ ലൈഫിൽ എന്നൊരു തീരുമാനം എടുക്കുന്നു, നമ്മളതിന് ശാഠ്യം പിടിക്കുന്നു, പിന്നീടാണ് ഓരോരോ പ്രശ്നങ്ങൾ അറിയുന്നത്. ആലോചിച്ചും പിന്നെ സമയം എടുത്ത് ആളിനെ മനസ്സിലാക്കിയിട്ടും അല്ലേ ലൈഫിലേക്ക് ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കേണ്ടത്? ശരിയാണ് തോന്നണുണ്ടോ? ആ ഒരു തിരഞ്ഞെടുക്കലിൻ്റെ പ്രോബ്ലം വന്നിട്ടുണ്ടോ ഇതിൽ? അത് കാരണം പെട്ടെന്ന് സെറ്റിട്ട് ഇപ്പോൾ പറയാറുള്ളത് പോലെ ഫിൽറ്ററും പുട്ടിയും ഇട്ട് രംഗത്ത് വരുന്ന ആണും പെണ്ണും അല്ലേ? പക്ഷെ അതിൽ അവരുടെ സ്വഭാവത്തിൻ്റെ പിന്നീടുള്ള നമ്മുടെ ജേർണിയിൽ നമ്മെ തകർക്കാൻ തക്കവണ്ണമുള്ള ബോംബുകളാണ് ഓരോരുത്തരും എന്നുള്ള തിരിച്ചറിയുമ്പോൾ നമുക്ക് ഒന്നുകിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഇതുപോലെ അവൻ്റെ കത്തിക്ക് വേണ്ടിയിട്ട് നിന്നു കൊടുക്കേണ്ടി വരുന്നു അല്ലേ? അത് സൂക്ഷിക്കേണ്ട ഒന്നാണെന്ന് തോന്നണല്ലേ? അപ്പോൾ ഇനി ആ വീട്ടിലേക്ക് നിങ്ങൾ മുമ്പ് പോയിട്ടുണ്ടോ? ആ വീട്ടിൽ പോയി നിന്നത് കൂടാതെ ഇപ്പോൾ സംഭവം നടന്നതിന് ശേഷം പോയിട്ടുണ്ടായിരുന്നോ? അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം അവിടെ ധാരാളം പെറ്റ്സ് അതുണ്ട്. അത് ചേച്ചിക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഈ പെറ്റ്സിനെയാണ്. പറഞ്ഞു വരുന്നത് അതിന് ആഹാരം കൊടുക്കാനോ അതിനെ നോക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയുണ്ട് എന്നാണ് വാർത്തയിലൂടെ നമ്മൾ അറിയുന്നത്. അപ്പോൾ അവിടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തെളിവെടുപ്പ് നടക്കാതെ പൂട്ട് തുറന്നു കൊടുക്കില്ല എന്ന് പോലീസ് പറഞ്ഞത്രേ. അപ്പം ഈ പൂച്ചയും പട്ടിയൊക്കെ തന്നു കഴിഞ്ഞാൽ ഇവിടെ വളർത്താനുള്ള സൗകര്യം ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല, ഞങ്ങൾക്കതിന് പൂച്ചയോടും പട്ടിയോടും താല്പര്യം. ഫോറിൻ ആണല്ല. അതെ. അൽമയുടെ പ്രിയപ്പെട്ട ഓറിയോൺ, അൽമയുടെ പ്രിയപ്പെട്ട ഓറിയോണൊക്കെ അവിടെ പട്ടിണി കിടക്കുകയാണ്. ഞാൻ കണ്ടിരുന്നു. ഓറിയോണ കണ്ടില്ലേ? ആ വെള്ളയും ബ്ലാക്കും പൂച്ച, വലിയ പൂച്ച, ഓറിയോൺ. അവനെ നമ്മൾ ചെന്ന് അടുത്ത് ചെല്ലുമ്പോൾ അവൻ നമ്മളോട് ഈ പാമ്പ് ചീറ്റും പോലെ ചീറ്റുകയാണ്, കടിക്കാൻ വരികയാണ്. അപ്പം അവൻ്റെ അൽമയെ ചോദിക്കുന്നതാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ അവരെ ആര് നോക്കാനാണ്? ഇനിയിപ്പോൾ റെസ്ക്യൂ ടീമിന് കൊടുക്കാമെന്നാണോ? വേറെ ഓപ്ഷൻ ഇല്ല. നമുക്കിവിടെ നോക്കാനുള്ള സൗകര്യം ഇല്ല. ഞാനും ഇവിടെ ഇല്ല. എവിടെ വർക്ക് ചെയ്യണോ? ഞാൻ പുറത്ത് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഇവരെ സമയത്തോളം ഈ ആദ്യകാലങ്ങളിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇതിലപ്പുറം ഉദാഹരണത്തിന് നമ്മൾ മനസ്സിലാക്കുന്ന സംഗതികളിൽ അൽമയുടെ ജീവിതം, ഈ കുറേ പെറ്റ്സ്, കുറേ പൂച്ചകൾ, അതെങ്ങനെയെന്ന് പറഞ്ഞാൽ പിള്ളേരില്ലാതായപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അഡോപ്ഷൻ നടക്കാതായപ്പോഴത്തേക്ക് ഇവനെന്നറിയാം ഇവളെ അവിടെ ഈ തിളച്ചിടാൻ വേണ്ടി ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈ കുറച്ച് പെറ്റ്സ്, അതായത് പെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ പൂച്ചയും പട്ടിയും മാത്രം ഇതിനെ വാങ്ങിക്കൊടുത്ത് അതിൻ്റെ സംവിധാനം ചെയ്ത് കൊടുത്ത് അങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ അതിൻ്റെ കൂടെ നടക്കും. അത് ശരിക്കും അൽമയുടെ ഇഷ്ടം ആയിരുന്നില്ല അല്ലേ? ഇല്ല, യോഗ കമ്പനി ചെയ്ത് കൊടുത്താണ്. കമ്പനി ചെയ്ത് കൊടുത്തു. മാത്രമല്ല എപ്പോഴും കോമ്പൗണ്ട് ഗേറ്റ് അടഞ്ഞു തന്നെ കിടക്കുക. ആദ്യം അങ്ങനെ ഒന്നുമില്ലായിരുന്നു. എങ്ങനെയാണ് സംഭവം എന്ന് അറിയത്തില്ല.
എപ്പോഴും കോമ്പൗണ്ടിലേക്ക് മറ്റാരും കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിൽ പട്ടികളെയൊക്കെ തുറന്നു വിട്ടിരിക്കുക. അങ്ങനെ നാട്ടുകാർക്ക് പൊതുവിൽ ഈ വീട് അന്യമായിരുന്നു. അതെ അതെ അതെ, അതിപ്പോഴാണ് ഞാൻ അത് മനസ്സിലാക്കിയത്. കാരണം ആരുമായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ല ആ ഒരു രീതി. വെള്ളറടയിലുള്ള ഈ വലിയ വീട്ടിലായിരുന്നു ലിവിങ്സ്റ്റൺ എന്ന പപ്പയുടെയും മല്ലിക എന്ന മമ്മയുടെയും അരുമയായി അവൾ ജനിച്ചതും വളർന്നതുമൊക്കെ. ബിസിനസ്സിൽ താളം തെറ്റിയ അച്ഛന് ഈ സമ്പന്നത പിന്നീട് നഷ്ടമായി. വസ്തുവും വീടും വിറ്റ് കടം വീട്ടി. ഇതിൻ്റെ പിന്നിലായി കുടുംബാംഗങ്ങൾക്ക് മാത്രമായി ബാക്കി വെച്ച കല്ലറയിൽ ഇന്ന് അവളുണ്ട്. അവളുടെ ഓർമ്മകൾ ബാക്കിയുണ്ട്. അവളെ അവൻ കൊന്നു. അച്ഛൻ പറഞ്ഞതിൻ പ്രകാരം ഒരു കുഞ്ഞിനെ നൽകാൻ ഒരിക്കലും വിഷ്ണുനാഥിന് കഴിയില്ല എന്ന് ഡോക്ടർ അറിയിച്ച ദിവസം, അതറിഞ്ഞ ദിവസം, അന്നു മുതൽ അവളുടെ ജീവിതത്തിൽ ഇരുൾ പടർന്നു. എന്നും അവൾ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാമെന്ന് പറയും. പക്ഷേ വിഷ്ണുനാഥിന്റെ സമ്പത്ത് അന്യം നിന്ന് പോകുമെന്ന് അയാൾ ഭയപ്പെട്ടതിനാൽ അയാൾ വഴക്കിട്ടു, എന്നും പിണങ്ങി. കുറെ പൂച്ചകളെയും പട്ടികളെയും മുന്നിലിട്ട് നോക്കാൻ പറഞ്ഞത്രേ. നമ്മൾ കേട്ട പ്രകാരം പൂച്ചകളോടും പട്ടികളോടും മാത്രമായിരുന്നു ആൽമയ്ക്ക് പ്രേമം, അതുമാത്രമായിരുന്നു ശ്രദ്ധ എന്ന് കേട്ടതൊക്കെയും തെറ്റ്. ഈ വീട്ടിലാണ് ഇപ്പോൾ അച്ഛൻ താമസിക്കുന്നത്. ഇവിടെ സൗകര്യങ്ങൾ കുറവാണ്. ഇനി നമ്മുടെ കാര്യം, ചാനലിൻ്റെ കാര്യം, നമ്മൾ ആരുടെയും പക്ഷമല്ല. ഈ വീഡിയോ കണ്ടിട്ട് വിഷ്ണുനാഥിൻ്റെ വീട്ടുകാർക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ വരാം. കമൻറ്റ് ചെയ്താൽ മതി. അവിടെ വന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ത് എന്ന് കേൾക്കാം. ഇവിടെ നഷ്ടപ്പെടുന്നത് ജീവിതങ്ങളാണ്, ചർച്ച ചെയ്യപ്പെടുന്നത് സോഷ്യൽ മീഡിയകളും. ശരി എന്ത് എന്ന് നേരറിവിൻ്റെ ഭാഷയായി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. കാരണം ഓരോ പെൺകുട്ടികൾക്കും ഭയമാണ് എങ്ങനെ ഒരു പുരുഷനോടൊപ്പം ജീവിക്കാൻ പുറപ്പെടുമെന്ന്. ആ ഭയത്തിന് കാരണമുണ്ടോ, കാരണമില്ലേ? ഈ വക ചർച്ചകൾ ഇന്ന് സമൂഹത്തിലെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നു. എങ്ങനെയാണ് വിശ്വസിച്ച് ഒരുത്തനോടൊപ്പം ഒരു കുട്ടി ജീവിക്കുക എന്ന്. അവൻ്റെ മാനസികമായ നിലയിൽ വരുന്ന ചലനങ്ങൾ ആ കുട്ടിയുടെ ജീവൻ പോലും എടുത്തു പോകുന്ന വലിയ സൈക്കോ പാത്തുകളായി മാറുമ്പോൾ ഈ കാലം ബാക്കി വയ്ക്കുന്ന ഒരു അനിശ്ചിതത്വമുണ്ട്, ഒരു പേടിയുണ്ട്. ആ പേടി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ബ്ലാത്തങ്കര സ്കൂൾ. ഇതിൻ്റെ ഉള്ളിലാണ് വിഷ്ണുനാഥിൻ്റെ തറവാട്. അവിടേക്കാണ് ഓടി വന്ന് അന്ന് രാവിലെ 9:30 കഴിഞ്ഞ് വിഷ്ണുനാഥ് സഹോദരനെ കണ്ടു പറഞ്ഞത്, ഞാൻ ആൽമയെ വകവരുത്തി എന്ന്. എത്ര എളുപ്പമാണ് പറഞ്ഞു തീർക്കാൻ, അല്ലേ? അതുകൊണ്ട് തൽക്കാലം അച്ഛൻ പറഞ്ഞതും ആൽമയുടെ സഹോദരി പറഞ്ഞതും വിശ്വസിക്കാനേ തരമുള്ളൂ. മറ്റൊരഭിപ്രായമുണ്ടെങ്കിൽ നമുക്ക് അതും കേൾക്കാം. ഈ ഒരു വാർത്ത, ഇതുപോലെ ഒരു സംഭവം ഒരു ജീവിതത്തിലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. മോഹങ്ങൾ ബാക്കി വച്ച് ആരെയും നിങ്ങൾ നുള്ളി വലിച്ചെറിയരുതേ എന്ന് അപേക്ഷിക്കുകയാണ്. ജീവിക്കൂ, ജീവിക്കാൻ അനുവദിക്കൂ. പ്രിയപ്പെട്ട പ്രേക്ഷകർ ചിലർ ചോദിക്കും, ഈ കുട്ടിയുടെ അമ്മയെക്കുറിച്ച്, മല്ലിക എന്ന നടിയെക്കുറിച്ച്. അവരിപ്പോഴും മകളെ നഷ്ടപ്പെട്ട വേദനയിൽ നിന്നും റിക്കവറി ആയിട്ടില്ല. കോണ്ടാക്റ്റ് ചെയ്തിരുന്നു, വയ്യ എന്ന മറുപടിയാണ് തന്നത്.